ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വോട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും നമ്മളുടെ ആധാർ കാർഡ് ആയിരിക്കും നമ്മളെ വെരിഫൈ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ആധാർ കാർഡ് നമ്മളുടെ നിന്ന് കളഞ്ഞു പോകാനും എല്ലാം സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ATM കാർഡിന്റെ ഒരു കട്ടിക്ക് ആ ഒരു രൂപത്തിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു ആധാർ കാർഡ് 50 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആധാർ കാർഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് കളയാൻ സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല ഹാൻഡിൽ ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ആധാർ കാർഡിൽ നമ്മളുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾക്ക് മൊബൈൽ വഴി എങ്ങനെ ഈ ഒരു PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ സാധിക്കും എന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ചെയ്യുന്നത് സെയിം മെത്തേഡാണ്. മെത്തേഡിൽ ഒരു വ്യത്യാസവുമില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ ആ ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് നമ്മളുടെ PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഗൂഗിളിൽ myAadhar.uidai.gov.in എന്ന് സെർച്ച് ചെയ്യാം. UIDAI എന്ന് പറയുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണ്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ്. നമ്മൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഓർഡർ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് നമ്മളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മൾ നമ്മളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് നമ്മൾക്ക് എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്നിടത്ത് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ച കോഡ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വേറെ മാറ്റി വരണം സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്നിടത്ത് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാം. നമ്മളുടെ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾക്ക് മൊബൈൽ നമ്പർ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് നമ്മൾക്ക് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് മുകളിൽ കാണാൻ സാധിക്കും OTP ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന്. എനിക്ക് വന്നിരിക്കുന്ന OTP ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് വിത്ത് ഒരു SRN നമ്പർ തന്നിട്ടുണ്ട്. യൂസ് ദിസ് നമ്പർ ഫോർ ഓർഡർ ട്രാക്കിംഗ് ആൻഡ് കറസ്പോണ്ടിങ് വിത്ത് UIDAI എന്നും. അതുമാത്രമല്ല നമ്മളൊരു 50 രൂപ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ പേയ്മെന്റ്സ് ക്യാൻസലേഷൻ റീഫണ്ട് പ്രോസസ്സ്. ഇത് നമ്മൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം മേക്ക് പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളുടെ പേയ്മെന്റ് മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾക്ക് 5 പേയ്മെന്റ് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു PVC ആധാർ കാർഡ് ലഭിക്കുവാനായിട്ട് 50 രൂപ നമ്മളുടെ നിന്നും എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാർഡായിട്ടാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാർഡ് കൊടുക്കാൻ സാധിക്കും. ഇനി വാളറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാളറ്റ് വഴി പേ ചെയ്യാൻ സാധിക്കും. നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്, Paytm ഉണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കാർഡ് വഴിയാണ് പേ ചെയ്യുന്നത്. നിങ്ങൾക്ക് Paytm ഉണ്ടെങ്കിൽ Paytmത്തിനകത്ത് നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള പേയ്മെന്റ് കാണിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് Paytmത്തിനകത്തൂടെ പണം അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ കാർഡ് കൊടുക്കുന്നു. ഇനി നമ്മളുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ കൊടുത്ത ശേഷം നമ്മൾക്ക് സേവ് ദിസ് ഓപ്ഷൻ സെക്യൂർലി ഫോർ ഫാസ്റ്റർ പേയ്മെന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കും പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു ടിക്കും ഇവിടെ വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് ആണ്. പേയ്മെന്റ് നടത്തിയ ഡേറ്റും ടൈമും നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഡൗൺലോഡ് അക്നോളജ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു ബില്ല് എന്ന് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും.
ഇന്ന് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു PVC ആധാർ കാർഡ് നമ്മൾക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെ ഒരു ലെറ്ററിലാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഇതിനകത്ത് ഇതുപോലത്തെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ലെറ്റർ ഇനി തുറക്കാം. ഇവിടെയാണ് കാർഡുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കാർഡ് ഊരിയെടുക്കുന്നു. നമ്മളുടെ ഈ ഒരു കാർഡിൽ പശ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളത് പറിച്ച് കളയേണ്ടതാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയാൽ തന്നെ ആ ഒരു പശ പോകുന്നതാണ്. ഇതാണ് നമ്മളുടെ PVC ആധാർ കാർഡ്. അപ്പം ഈ ഒരു ആധാർ കാർഡിന്റെ ഏറ്റവും മുകളില് ഭാരത് സർക്കാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഏറ്റവും താഴെ മേര ആധാർ മേരി പഹചാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈഡിൽ ഇഷ്യൂ ഡേറ്റും എല്ലാം നമുക്ക് വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറകിലോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ അഡ്രസ്സ്, അതായത് നമ്മളുടെ അഡ്രസ്സും അതേപോലെ തന്നെ പ്രിന്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു QR കോഡും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മുകളില് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ടെലിഫോൺ നമ്പർ, മെയിൽ ID, പിന്നീട് വെബ്സൈറ്റ്, ഇത്രയും കാര്യമാണ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.